സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന ദീപകിന്റെ വിഷയത്തില്, ഷിംജിത വിഷയത്തില് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. നമുക്ക് ആദ്യം തന്നെ കുറെ പേർക്ക് ഈ ഒരു വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, ഈ പെൺകുട്ടിക്ക്, അതായത് ഷിംജിത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അയാളുമായിട്ട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നോ എന്നാണ് എൻ്റെ അടുത്ത് പലരും ചോദിച്ചത്. അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞത് അങ്ങനെ ഒന്നുമില്ലോ, യാതൊരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന ദീപക്. അങ്ങനെ ഷിംജിത എന്ന് പറയുന്ന മലപ്പുറത്തുള്ളവളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു പയ്യന്നൂർ യാത്രയിൽ മലപ്പുറത്തുണ്ടായിരുന്ന ഷിംജിത ബസ്സിൽ കയറി ദീപക്കിനെതിരെ ഈ പറയുന്ന ആരോപണവുമായിട്ട് വീഡിയോ എടുക്കുന്നു. അപ്പൊ ഇത് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷിംജിതയുടെ ആ ഒരു വാദം അല്ലെങ്കിൽ മൊഴി എന്ന് പറയുന്നത് ഈ പറയുന്ന ദീപക് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ അവൾ ഉറച്ചു നിന്നു. അതിനുശേഷം പോലീസ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ അവർ അതിൽ എഴുതിയത് ഇത് അദ്ദേഹത്തിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഏകദേശം 7ഓളം വീഡിയോ ഈ പറയുന്ന ഷിംജിതയുടെ ഫോണിലുണ്ടായിരുന്നു. അതിലൊന്നും ലൈംഗിക അങ്ങനെയുള്ള താല്പര്യത്തോടു കൂടി ചെയ്യുന്നതായിട്ടൊന്നും പോലീസിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തികച്ചും തെളിവുകൾ, അതായത് മറ്റുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ എങ്ങനെയാണ് ഷിംജിതയ്ക്ക് മാത്രം ബുദ്ധിമുട്ടുണ്ടായതെന്നൊക്കെയാണ് പോലീസ് ചോദിച്ചത്. അപ്പൊ അതിന് പിന്നാലെ ഷിംജിതയുടെ സഹോദരൻ രംഗത്തേക്ക് വന്നിരുന്നു. അവൻ പറഞ്ഞത്, പയ്യന്നൂരിലേക്കുള്ള യാത്രക്കിടെ ഒരാൾ ശല്യപ്പെടുത്തി പോലീസിൽ പരാതി നൽകി ഷിംജിതയുടെ സഹോദരൻ സിയാദ്. ഇങ്ങനെ കുറെ മരവാണങ്ങളാണോ ആ കുടുംബത്തിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛനും അമ്മയും മക്കളും എല്ലാം കണക്ക് തന്നെയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ പോലീസ് ഇതൊന്നും മുഖവിലേക്ക് എടുക്കാതെ പോലീസ് നല്ല രീതിയിൽ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി അവളെ പിടിച്ചകത്തിട്ടു. എന്നിപ്പോൾ അതാ ഈ ഷിംജിയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കട്ടെ. അപ്പോൾ ഇന്നലെ ഈ ഒരു വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള മെഴുകലുകളും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ നമ്മുടെ 24 ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. സംവാദ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടികളിലൊക്കെ ഈ നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറും അതേപോലെ തന്നെ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന അറപ്പും വെറുപ്പും ജനങ്ങൾക്കുള്ള അഴിഞ്ഞാടി നടക്കുന്ന ഒരു ചെറ്റയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇവളെയൊക്കെ വിളിക്കുന്നത്? ഇതിനേക്കാളും നല്ലതുപോലെ തെരുവുപട്ടിയും വിളിച്ചിരുത്തുന്നതാണ്. ഒരു വാല്യൂ, ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. കുടുംബത്തിൽ പിറന്ന ഒന്നുമല്ല. ഇവളുടെ ഈ തുണി അഴിച്ചുള്ള ആട്ടവും ഇതൊക്കെയാണ് ഇവളുടെയൊക്കെ മെയിൻ പരിപാടി. ഈ റീച്ചിന് വേണ്ടി എന്തും ചെയ്യും. ഷിംജിതയെ അതേപോലെ തന്നെയാണ്. റീച്ചിന് വേണ്ടി എന്ത് തോന്നിവാസം ചെയ്യും. അപ്പോൾ അവൾക്ക് അവളുടെ ആ വസ്ത്രം വേണ്ട, അതായത് ദൈവികമായിട്ടുള്ള ആ പർദ്ദ എന്ന് പറയുന്ന ഇവർ വിശ്വസിക്കുന്ന ആ ഒരു വലിയ മഹത്തായ ഡ്രസ്സ് അവർക്ക് വേണ്ട. എന്നാൽ പോലീസ് പിടിച്ചപ്പോഴോ ഈ പർദ്ദയായി മാസ്കായി എല്ലാം അങ്ങ് ഒരുങ്ങി കൂട്ടി അങ്ങ് പോയി. എന്നിട്ട് എന്താ, ഈ ജനങ്ങൾ നല്ല രീതിയിൽ തൂക്കി വലിച്ചു കീറി ഒട്ടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ ഷിംജിതയെ പറ്റി, അല്ലെങ്കിൽ ഷിംജിതയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ വന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്ന ആളുകൾ, ഇവരുടെയൊക്കെ എന്താണ് രാഷ്ട്രീയ ചരിത്രമെന്ന്, ഇവരുടെയൊക്കെ ചരിത്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അഴിഞ്ഞാടി നടക്കുന്ന ആളുമാർ തന്നെയാണ്, വേറൊന്നുമല്ല. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ അവളമാര് പറഞ്ഞതെന്നും, രാഹുൽ ഈശ്വർ എപ്പോഴും എല്ലായ്പ്പോഴും ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അനീതിക്കെതിരെ പോരാടുന്ന ആ ഒരു മനുഷ്യൻ ഇവളമാർക്ക് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ആദ്യം ഈ ശ്രീലക്ഷ്മി അറക്കലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ആ ഒരു ഫെമിനിസ്റ്റിക്ക് നല്ല രീതിയിൽ കൊടുക്കുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ട് നോക്കിയേ. ഈ സൈഡ് വീഡിയോ ആഡ് ചെയ്യാം. ഞാൻ എന്റെ കോൺവെർസേഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യണം മാഡം? 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു എന്നൊരു സ്ത്രീ പറഞ്ഞാൽ പുരുഷൻ ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റ് എന്ന ചാപ്പയോടെ ജീവിക്കണോ? അയാൾ എങ്ങനെ ഡിസ്പ്രൂവ് ചെയ്ത്? ഒരു സെക്കൻഡ്, രാഹുലിന്റെ മറുപടി. 48 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അതേ സ്ത്രീയുടെ അതേ എക്സ്പീരിയൻസ് ഈ പുരുഷനുണ്ട്. അതുകൊണ്ട് അവൻ അഡ്രസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആയിക്കോട്ടെ മാഡം, അയാൾ എന്ത് ചെയ്യണം? അയാൾ എങ്ങനെ രാഹുൽ ഈശ്വർ, ഞാൻ രാഹുൽ ഈശ്വറിനോട് കോൺവെർസേഷന്റെ ഭാഗം മുട്ടാത്തർക്കും ആർഗ്യുമെന്റ് അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ക്ലാരിറ്റിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുട്ടാത്തർക്ക് ആർഗ്യുമെന്റ് കൊണ്ടുപോകുന്നെങ്കിൽ താങ്കളുടെ സഹോദരനോ എന്റെ സഹോദരനോ നേരെ 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു എന്നൊരു സ്ത്രീ ആരോപണം ഉന്നയിച്ചു. അയാൾക്ക് എന്താണ് ലീഗൽ റീ? അതെ, എന്റെ സഹോദരനാണെങ്കിൽ ഞാൻ അവളോട് വൃത്തമായി ഇരുന്ന് ചോദിക്കും, ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തെ സൈഡും കേൾക്കാൻ തോന്നും എന്തുകൊണ്ട് അവരത് പറഞ്ഞു. അല്ലാതെ ഞാൻ ആദ്യം എന്റെ ബ്രദർ പറഞ്ഞു ഇറ്റ് ഈസ് നോ, അവൻ നല്ലവനാണെന്ന് ഞാൻ വാദിക്കാൻ ശ്രമിക്കും. ആരും പറഞ്ഞില്ലല്ലോ. അത് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പരാതി കൊടുക്കാതെ മീഡിയ കാലയറെ റേപ്പിസ്റ്റ് എന്ന് വിളിക്കും. ഇയാൾക്ക് ഒരിക്കലും ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല. മരിക്കുന്നത് വരെ ഇയാൾക്ക് റേപ്പിസ്റ്റ് ചാപ്പയുണ്ടാകും. ഇയാൾക്ക് ഭാര്യ അവർ സ്കൂളിൽ മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് മരിച്ചതെന്ന് ഈ ഫെമിനിസ്റ്റ് പറയാം. എനിക്ക് തോന്നുന്നു ഈ അഴിഞ്ഞാടി നടക്കുന്നവന്മാർക്കൊക്കെ കുത്തിവിടുന്ന ഒരു മൂക്കാണ്, അല്ലെ മൂക്കുകുത്തിയാണ് ഇങ്ങനെ ഈ തൂങ്ങിക്കിടക്കുന്ന സാധനം ഉണ്ടല്ലോ. ആ ശ്രീലക്ഷ്മി അർപ്പിക്കൽ അല്ലെങ്കിൽ അറപ്പുള്ളവൾ, അവളുടെ പേരിനൊപ്പം തന്നെ അറപ്പുണ്ട് കേട്ടോ. നാട്ടുകാർക്കെല്ലാം അറപ്പാണ് അവളെ കാണുന്നത്. ഓക്കെ, ആ ഒരു സാധനം അവളുടെ മൂക്കിലും ഉണ്ട് ഈ സാധനം. അപ്പൊ ഇങ്ങനെ നടക്കുന്നവളുമാരുടെ ഒരു സംഘടന കുത്തിവിടുന്ന ചാപ്പയോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് തോന്നുന്നു ഇത്. എന്തായാലും ഉരുളയ്ക്കുപ്പേരി പോലെ നമ്മുടെ രാഹുൽ ഈശ്വർ മറുപടി കൊടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ അന്നനാളം നല്ല രീതിയിൽ നിറച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ രാഹുൽ ഈശ്വർ
ഉരുളക്കുപ്പേരി പോലെ ഓരോ മറുപടി കൊടുക്കുന്നതിന്റെ വേറൊരു വീഡിയോ ഷോർട്സ് ആയിട്ട് വേറെ ആൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് നിങ്ങളെ ഒന്ന് എന്തായാലും കാണിച്ചു തരാമേ. ഞാനൊരു ഡിസ്കഷനിലാണ്, നിങ്ങൾ എത്തുന്ന കൺക്ലൂഷനിലേക്കാണ്, ഞാനൊരു കോൺവെർസേഷനിലാണ്. ഞാൻ എന്റെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു എന്നൊരു സ്ത്രീ പറഞ്ഞാൽ പുരുഷൻ ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റ് എന്ന ചാപ്പയോടെ ജീവിക്കണോ? അയാൾ എങ്ങനെ ഡിസ്പ്രൂവ് ചെയ്തത്? 48 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അതേ സ്ത്രീയുടെ അതേ എക്സ്പീരിയൻസ് ഈ പുരുഷനുണ്ട്. അതുകൊണ്ട് ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഓൾറെഡി പോയി. അയാൾ എന്ത് ചെയ്യണം? അയാൾ എങ്ങനെ ഇതാണ് മറുപടി. നല്ല രീതിയിൽ ഫെമിനിച്ചിയുടെ വാ പൂട്ടിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി അറക്കൽ എന്തൊക്കെയോ കിടന്ന് മെഴുകുന്നുണ്ട്. ഇവളെയൊക്കെ ആരാണ് മൈൻഡ് ചെയ്യുന്നത്? ഈ സാധനത്തിനേക്ക് എന്തിനാണ് നമ്മൾ വില കൊടുക്കുന്നത്? എനിക്കറിയാം നിങ്ങൾക്ക് അവളെ കാണുന്നത് വെറുപ്പും മറപ്പും അങ്ങേയറ്റം നിങ്ങൾ കാർക്കിച്ച് തുപ്പും അവിടെ മുഖം കണ്ടു കഴിഞ്ഞാൽ. ഒരുമാതിരി അണ്ണാൻ ഇങ്ങനെ പല്ലും കരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം. ആ ബോഡി ഷേമിങ് അല്ല, പക്ഷെ ഇവളേക്ക് ഇത് ചെയ്യാതെ നിവർത്തിയില്ല. അപ്പോൾ ഇവളെന്തോ വലിയ മറ്റേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. ഒരു മറ്റേതുമല്ല, ഇങ്ങനെ അഴിഞ്ഞായിട്ട് നടക്കുന്നവളാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളുടെ വീഡിയോ നിങ്ങളെ കാണിക്കുന്നില്ല. ഞാനത് കാണിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കും അത് കാണാൻ താല്പര്യമില്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഷിംജിതയുടെ ആ ഒരു പരാതിയിൽ അല്ലെങ്കിൽ ഷിംജിതയ്ക്കെതിരെയുള്ള ഒരു കേസിൽ ഇപ്പോൾ റിപ്പോർട്ട് ചാനൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടോ. നിർബന്ധിതമായിട്ട് ചെയ്താണെന്ന് തോന്നുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹണി ട്രാപ്പ് ആരോപണം, ദീപക് ഭീഷണിക്ക് വിധേയമായെന്ന് സംശയം, ഷിംജിതയുടെയും ദീപകിന്റെയും ഫോണുകൾ പരിശോധിക്കും. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നത് ഈ ദീപക്കും ഷിംജിതയും തമ്മിൽ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടോ, അതിൻ്റെ പേരിലാണോ അയാൾ ആത്മഹത്യ ചെയ്തതെന്ന് പലരും ചോദിച്ചെന്ന് ഞാൻ പറഞ്ഞു. ഏകദേശം അതിനെ സാധൂകരിക്കുന്ന അല്ല അങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് പോലീസിന് സംശയം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരുടെ ഫോൺ പരിശോധിക്കുമെന്നാണ് പറയുന്നത്. അവർ യാത്രയ്ക്കിടെ ഒരാളുടെ വീഡിയോ എടുത്ത് അയാളെ മോശമാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് അത്ര എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് കണ്ടൊരു സ്ട്രേഞ്ചറിന്റെ എടുത്തിട്ട് റീച്ച് ആവാൻ നോക്കിയതാണെന്നുള്ളത്. ഇത് മറ്റെന്തൊക്കെയോ രീതിയിൽ കൂടി എന്തോ പ്രശ്നങ്ങളുണ്ട്. ഷിംജിത വിവാഹിതയാണ്, സഹോദരനുണ്ട്, അയാളും വിവാഹിതനാണ്, മക്കളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇയാളെ തട്ടി അല്ലെ ഇയാളെ ഈ പറയുന്ന ഹണി ട്രാപ്പിൽ കൂടി വീഴ്ത്തി അതിൽ കൂടി കാശുണ്ടാക്കാമെന്ന് വിചാരിച്ച് കാണിച്ചു കൂട്ടിയ പരിപാടിയാണോ ഇതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷെ അത് തന്നെ ആയിരിക്കും. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രലോഭനങ്ങളിൽ വീഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ലൈംഗികപരമായിട്ടോ അവരുടെ പണം കണ്ടിട്ടോ അവരുടെ ഈ സൗന്ദര്യം കണ്ടിട്ടോ ഒക്കെ അവരെ അങ്ങോട്ട് ആകർഷിപ്പിച്ചിട്ട് അവരെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ പണം തട്ടായി, മെയിൻലി പണം തട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. ആ പണം തട്ടാൻ വേണ്ടിയിട്ട് ദീപകിനെ ഉപയോഗിച്ചോ എന്നുള്ളൊരു കാര്യത്തിലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ കേസ് ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. കാരണം ഇതിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ദീപക് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നു, ദീപകിനെതിരെ 7ഓളം വീഡിയോകൾ ഇവരുടെ ഫോണിൽ കിടക്കുന്നു. ഇതെല്ലാം ഒരു ബ്ലാക്ക് മെയിലിങ്ങിന്റെ ഒരു രീതിയിൽ തന്നെയാണെന്നുള്ള ഒരു പാറ്റേൺ ആണെന്നുള്ളത് പോലീസിന് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ഈ പറയുന്നവള്, അതായത് ഈ ഷിംജിത എന്ന് പറയുന്നവള് ദീപകിനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കൂട്ടം ആളുകൾ വരുമ്പോൾ അവരുടെ വീട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ട്. ദീപകിന്റെ, ഷിംജിതയ്ക്ക് തന്തയും തള്ളയും കാണത്തില്ല, പല എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അപ്പൊ അവരുടെ വീട്ടുകാർ ഇത് കാണുമ്പോൾ അവർക്ക് എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക? ഈ ഒരു ഡിബേറ്റ് വലിയ രീതിയിൽ അവിടെ എന്താ പറയാ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ദീപകിന്റെ അച്ഛനും അമ്മയും മീഡിയകളുടെ മുൻപിൽ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്: ഒരു കാരണവശാലും അവർക്ക് ജാമ്യം കൊടുക്കരുതെന്ന്. ഞാൻ ആ വീഡിയോയുടെ നിങ്ങളിത് കാണിച്ചു തരാം. അച്ഛൻ ചോയ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഈ ദീപകിന് നീതി കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അച്ഛൻ എന്താ ഈ കാര്യത്തിൽ പറയാനുള്ളത്? എനിക്കും അതിന് പറയാൻ നല്ല കുട്ടിക്ക് വേണ്ടിയിട്ട് മോന്റെ ഈ കൊലപാതകം ചെയ്ത കുറ്റത്തിന് ആ പെണ്ണിന് നല്ല ശിക്ഷ കൊടുക്കണം. ഒരു പരിധി കിട്ടാതെ കുട്ടിനെ ജാമ്യത്തിന് കൊടുക്കാനും പാടില്ല, ജാമ്യം കൊടുക്കാനേ പാടില്ല. ആ പെണ്ണിന് നല്ല ശിക്ഷ കൊടുത്തിട്ട് അവളെ നല്ല കൊലപാതക കുറ്റത്തിന് ശിക്ഷ കൊടുക്കണം. അവരങ്ങനെ വിട്ടാല് പിന്നെ മറ്റുള്ള അച്ഛനും അമ്മയ്ക്കും ഇതേമാതിരി ഒരു ഇതികേട് ഉണ്ടാവരുത്. ഈ മാതിരി കുട്ടീനെ ആളെ ഭൂലോകത്തിൽ വെച്ചേക്കരുതെങ്കിൽ അതാണ് എന്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. എനിക്കിപ്പം പറയാൻ നാവ് കിട്ടുന്നില്ല. അങ്ങനെ പറഞ്ഞ് തൊണ്ട കിളറിയും എത്ര ദിവസം ഇങ്ങനെ പറയണതായിട്ട് എല്ലാ ചാനലുകാരോടും പറഞ്ഞിട്ട് ഞാള് ആ കുട്ടീനോട് കൊണ്ടാണ് ഞാള് ജീവിതം പോരുന്നത്. ഇനിയിപ്പം എങ്ങോട്ട് പോകാനാണ് ഒരു ഇതില്ലാതെ എന്റെ മോനാണ് ഞങ്ങൾ രണ്ടാളും വളർത്തി പോകുന്നത്. ഇനി ഏത് ഇതിലേക്കാ പോകണമെന്ന് എനിക്കെന്ന് അറിഞ്ഞൂടാ. എനിക്ക് കിട്ടാനുള്ള ഇത്
ആകെ തുരുത്തമായിട്ടുള്ളൂ. ഈ മോനാണ് എല്ലാ വീട്ടിലേക്കും വേണ്ട എല്ലാ ചെലവുകളും മറ്റേ നൽകി. ഒരു സാധനം ഞാനും എൻ്റെ ഭാര്യ കളഞ്ഞിട്ടില്ല. നാളെ ആ ഒരു സംഗതി വിഷമമുണ്ടായി ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഇതിപ്പോ ഈ കുട്ടി പോയതിന് ശേഷം ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞ ഞങ്ങൾക്ക് ഇനി ഒരു ഇതുമില്ല. കണ്ടില്ലേ, ഈ അച്ഛനും അമ്മയും ഇത് പറയുന്നത് ശ്രീലക്ഷ്മി അറക്കലടങ്ങുന്ന ഒരു കൂട്ടം ദീപക്കിനെ ആക്രമിക്കാനിരിക്കുന്ന, പുരുഷന്മാരെ ആക്രമിക്കാനിരിക്കുന്ന തന്തയില്ലാത്തവളുമാരുടെ മുൻപിലാണെന്നുള്ളത് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. എന്തിനാണ് ഇങ്ങനത്തെ ഒരു വാല്യൂവും ഇല്ലാത്ത, സൊസൈറ്റിയിൽ ഒരു ഗുണവുമില്ലാത്ത, ഒരു സംഭാവനയും ചെയ്യാത്ത, അഴിഞ്ഞാടി നടക്കുന്ന, ആരുടെയും കൂടെ പണത്തിന് വേണ്ടി എന്ത് പരിപാടിക്കും പോകുന്ന ഇങ്ങനെയുള്ളവന്മാരെ വിളിച്ചിരുത്തിയിട്ട് ആ അച്ഛനെയും അമ്മയും അവിടെ ഇരുത്തി സംസാരിച്ച ശ്രീകണ്ഠൻ നായർ സാറേ, അതിൽ മാത്രം എനിക്ക് വിമുഖതയുണ്ട്, അതിൽ മാത്രം എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ആ അച്ഛനും അമ്മയ്ക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആരോടും ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത, എന്ത് ചെയ്താലും പണം കിട്ടിയാൽ മതി, ഞാൻ ആരുടെയും കൂടെ പോകാൻ തയ്യാറാണ് എന്ന് പറയുന്ന അങ്ങനെയുള്ള സ്ത്രീകളുടെ മുൻപിലേക്ക് കൊണ്ടിരുത്താൻ പാടില്ലായിരുന്നു. ശ്രീലക്ഷ്മി അറക്കലടങ്ങുന്ന ഇവളുടെ കൂട്ടത്തിലുള്ള കുറച്ചധികം ആളുകളുണ്ട്. ഈ മൂക്കിൽ ഇങ്ങനെ കടുക്കനൊക്കെ ഇട്ടിട്ടുള്ള, മൂക്ക് കടുക്കനാണോ മൂക്കുത്തി ഇങ്ങനെ ഇട്ടിട്ടുള്ള സാധനങ്ങൾ, റിങ് ഇട്ടിട്ടുള്ള സാധനങ്ങൾ, ഇവളൊക്കെ ഏതൊക്കെ വിഭാഗത്തിൽ പെട്ടതാണെന്ന്, ഇവളൊക്കെ എങ്ങനെ നടന്നിട്ടുള്ളവളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആരെയാണ്? ഷിംജിതയെ. പണമുള്ളത് കൊണ്ടായിരിക്കും, പണം കുറെ വാരി കിട്ടുമായിരിക്കും, എന്തൊക്കെയാണെന്ന് പറയല് സ്വന്തം തന്തയെ വരെ പണത്തിന് വേണ്ടി മാറ്റി പറയാൻ തയ്യാറായിട്ടിരിക്കുന്ന ആളുകൾ പിന്നെ ദീപകിനെ കുറ്റം പറയാതിരിക്കുമോ? ഇതൊരു കഷ്ടമാണല്ലേ. സ്വന്തം അമ്മയെ കൊന്നാൽ പോലും രണ്ട് പക്ഷമുള്ളൊരു നാട്, ആ നാട്ടിൽ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളത് വീണ്ടും വീണ്ടും മനസ്സിലാവുകയാണ്. എന്തിനാണെങ്കിലും നിയമത്തിന്റെ പഴുതുകളിൽ കൂടി, അല്ലെങ്കിൽ ഒരു പഴുതുകളിൽ കൂടി ഇവള് രക്ഷപ്പെട്ടു പോകരുത്. ഇവിടെ കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കൊടുക്കണം. ഇവക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും അതേപോലെ തന്നെ തൂക്കുകയറും വിധിക്കണം. പറ്റുമെങ്കിൽ എൻകൗണ്ടർ ചെയ്ത് കൊന്നുകളയണം. ഓക്കെ ബൈ.